السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 200-ാമത്തെ പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടി നമ്മളെ സഹായിച്ചവർ, ഈ ഒരു ക്ലാസ് കേൾക്കുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 200-ാം പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. ولا تعجبك أموالهم وأولادهم إنما يريد الله أن يعذبهم بها في الدنيا وتزهق أنفسهم وهم كافرون. وإذا أنزلت سورة أن آمنوا بالله وجاهدوا مع رسوله استأذنك أولو الطول منهم وقالوا ذرنا نكن مع القاعدين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 80-ാം ആയത്ത് മുതൽ 86 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 10-ാമത്തെ ജുസ്ഇൽ 200-ാമത്തെ പേജ്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖോടുകൂടി പരിശുദ്ധ ഖുർആനിൻ്റെ 200 പേജുകൾ പഠിച്ചു പൂർത്തിയാക്കാനുള്ള അവസരം അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ള പേജുകളും റാഹത്തായി പഠിച്ചു പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്, അതായത് കപട വിശ്വാസികൾ. അവരുടെ സ്വഭാവങ്ങളും ചെയ്തികളും ഒരുപാട് വിവരിച്ചു. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിന്ന്, മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന, ഉള്ളിലൂടെ ചതിക്കുന്ന, കാപട്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ് ചർച്ച. അത്തരക്കാർക്ക് അല്ലാഹു തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്നാണ് ഇനി പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്നും പറയുന്നു. അത്തരക്കാർക്ക് വേണ്ടി ദുആ ചെയ്യരുത് എന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അവർക്ക് ദുആ ചെയ്യാൻ പാടില്ല. എല്ലാ നിലക്കും പരിശുദ്ധമായ ദീനിനെ തളർത്താൻ ശ്രമിക്കുന്ന, ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന, ഉള്ളിൽ നിന്ന് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന കപട വിശ്വാസികൾക്ക് കൊണ്ട് ദുആ ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. താങ്കൾ എത്ര തന്നെ ദുആ ചെയ്താലും, എത്ര തവണ അവർക്ക് ദുആ ചെയ്താലും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അത് അടിവരയിട്ട് അല്ലാഹു തആല പറയുകയാണ്. എന്തേ കാരണം? ബാഹ്യമായി മുസ്ലിങ്ങളായി നടക്കുന്നവരാണ് അവർ, ശരി.
പക്ഷേ ഉള്ളിൽ ആന്തരികമായി അവർ സത്യനിഷേധികൾ തന്നെയാണ്. അതാണ് അതിന് കാരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. ഇസ്തഗ്ഫിർ ലഹും, നബിയെ അങ്ങ് അവർക്ക് പൊറുക്കലിനെ തേടുക. ഔ അല്ലെങ്കിൽ ലാ തസ്തഗ്ഫിർ ലഹും, പൊറുക്കലിനെ തേടാതിരിക്കുക. രണ്ടും സമമാണ്. നിങ്ങൾ പൊറുക്കലിനെ തേടാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, രണ്ടും സമമാണ്. ഇനി ഇൻ തസ്തഗ്ഫിർ ലഹും, അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ 70 മറത്തൻ 70 പ്രാവശ്യം നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയേ ഇല്ല. ലൻ എന്ന അക്ഷരം വിട്ടിട്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഉണ്ടാവില്ല എന്നതിൻ്റെ അർത്ഥം. ലൻ യഗ്ഫിറല്ലാഹു ലഹും. എന്താ അങ്ങനെ ആവാൻ കാരണം? ദാലിക, അള്ളാഹു തആല അവർക്ക് തീരെ പുറത്തു കൊടുക്കുക എന്ന് പറയാൻ കാരണം എന്താ? അത് ബിഅന്നഹും, അവർ ആയത് കൊണ്ടാണ്, നിശ്ചയമായും അവർ കഫറൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും റസൂലിനെയും അവർ നിഷേധിച്ചു എന്നതുകൊണ്ടാണ്. അതാണ് അതിന് കാരണം. പുറമേ മുസ്ലിങ്ങളാണ് ശരി, പക്ഷെ ആന്തരികമായി അവർ കാഫിരികൾ തന്നെയാണ്. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ജനതയെ അള്ളാഹു തആല നേർവഴിയിലാക്കുന്നതല്ല. അല്ലാഹു ലാ യഹ്ദി, അവൻ നേർവഴി നേർവഴിയിലാക്കുന്നതല്ല. ആരെ? അൽ ഖൗമുൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ആളുകളെ. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, അവിടെ 70 പ്രാവശ്യം എന്നത് ആ എണ്ണം കൃത്യമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കുറേ അധികം എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിച്ചത്. എത്ര പ്രാവശ്യം, എത്ര തവണ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും എന്നേ അർത്ഥമുള്ളൂ. നമ്മളൊക്കെ സാധാരണ മലയാളത്തിൽ അങ്ങനെ പറയാറില്ലേ, 100 1000 എന്നൊക്കെ പറയും. അത് ആ എണ്ണത്തെ കണക്കാക്കിയില്ല, ഒരുപാട് എന്ന അർത്ഥത്തിനാണ്. അതേപോലെ 70 എന്ന് സാധാരണഗതി അറബികൾക്കിടയിൽ അങ്ങനെ പറയാറുണ്ട്, ഒരുപാട് എന്ന അർത്ഥം സൂചിപ്പിക്കാൻ. ഏതായാലും ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? അവിടെ നിന്ന് റഹ്മത്താണ്, വലിയ കാരുണ്യമുള്ള ആളാണ്, ആളുകളോട് ദയയും അനുകമ്പയുമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്തു എന്നറിയോ? 70-ലേറെ തവണ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഇത്ര അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലപ്പുറം ഞാൻ ചെയ്തു നോക്കട്ടെ, അവർക്ക് പുറത്തു വിട്ടോ നോക്കാൻ വേണ്ടി. റസൂലുള്ളാഹിന്റെ കാരുണ്യമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 70-ലധികം ഇസ്തിഗ്ഫാർ ചെയ്യാൻ സന്നദ്ധരായി. പക്ഷേ അല്ലാഹു തആല വഹി ഇറക്കി, പാടില്ല, നിങ്ങൾ അവർക്ക് എത്ര തവണ ഇസ്തിഗ്ഫാർ ചെയ്താലും മുനാഫിക്കുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് സൂറത്തുൽ മുനാഫിഖൂനയിലെ 6-ാമത്തെ ആയത്ത് അപ്പോഴാണ് അവതരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, നിങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടാതിരിക്കെ എന്തായാലും രണ്ടും സമമാണ്, അല്ലാഹു തആല പുറത്തു കൊടുക്കാനേ പോകുന്നില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇതാണ് 80-ാമത്തെ ആയത്ത്. ഇനി ഇൻഷാ അല്ലാഹ് 81-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നല്ല ചൂടുള്ള സമയത്താണ്, ഉഷ്ണമുള്ള സമയത്താണ് തബൂക്ക് യാത്രക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ സന്നദ്ധരാകുന്നത്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി. അപ്പോൾ കുറേ വിഷമങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് പല മുനാഫിക്കുകളും യാത്രയിൽ നിന്ന് ഒഴിവായ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വരാതിരിക്കാനുള്ള സമ്മതവും കൊടുത്തു. അങ്ങനെ ഒഴിവായപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒഴിവാക്കിയത് വലിയ നേട്ടമായി അവർ സന്തോഷിച്ചു. സത്യത്തിൽ ചൂടോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളോ ഒന്നും അല്ല അവരുടെ വിഷയം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങുക എന്നത് അവർക്ക് വെറുപ്പാണ്. അവർക്ക് വരാൻ മനസ്സില്ല. എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറഞ്ഞിട്ട് അനുമതി നേടുകയാണ്. അങ്ങനെ ആ അനുമതി കിട്ടിയപ്പോൾ അവർ വല്ലാതെ സന്തോഷിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് വരാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല, മറ്റു പലരെയും അവർ നിരുത്സാഹപ്പെടുത്തുകയും കൂടെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അവർക്ക് പോകണ്ട, നിങ്ങൾ ഞങ്ങളെ കൂടെ വരേണ്ടതില്ല എന്ന എക്സ്ക്യൂസ് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു എന്നാണ്. അല്ലാഹു തആല പറഞ്ഞെന്താണെന്നറിയോ? ആ സന്തോഷം നൈമിഷികമാണ്, താൽക്കാലികമാണ്. തീരാത്ത സങ്കടവും കഠിനമായ ശിക്ഷയുമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഭയങ്കര ചൂടാണെന്നാണ് അവർ പറയുന്നത്. ചൂട് കൊണ്ട്, ഉഷ്ണം കൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വയ്യ. എന്നാൽ അല്ലാഹു തആല പറയുന്നത് എന്താ? നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന നരകത്തിലെ ചൂട് ഇതിലേറെ എത്രയോ ഇരട്ടി കഠിനമാണ്, അത് നിങ്ങൾ ഓർത്തുകൊള്ളണം.
ഈ സന്തോഷം ചിരിയുമൊക്കെ ഒന്ന് കുറച്ചിട്ട് പകരം അവർ കൂടുതൽ കരയുകയും സങ്കടപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. നോക്കാം 81 82 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. ഫരിഹൽ മുഖല്ലഫൂൻ, യുദ്ധത്തിന് പോകാതിരുന്ന ആളുകൾ സന്തോഷിച്ചു. പിന്തി നിന്ന ആളുകൾ, മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ മുഖല്ലഫൂൻ, പിന്തി നിന്ന ആളുകൾ സന്തോഷിച്ചു. ബിമഖഅദിഹിം, ആ ഇരുത്തം കൊണ്ട്, അവരുടെ ഇരുത്തം കൊണ്ട്. അതായത് യുദ്ധത്തിന് പോകാതെ അവിടെ ഇരുന്നില്ല, അവർ വീട്ടിൽ തന്നെ. ആ ഇരുത്തം കൊണ്ട് പിന്തി നിന്നവർ സന്തോഷിച്ചു. ഖിലാഫ റസൂലില്ലാഹി, റസൂലിൻ്റെ ശാസന ലംഘിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാസന കൽപ്പന ലംഘിച്ച്, ഖിലാഫ എന്ന് പറഞ്ഞാൽ എതിര് ചെയ്തെന്നർത്ഥം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ലംഘിച്ച് യുദ്ധത്തിന് പോകാതെ ഇരുന്നവർ അവർ സന്തോഷിച്ചു. ആ ഒരു അനുമതി കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി എന്നർത്ഥം. സത്യത്തിൽ എന്താ വിഷയം? ചൂട് ഉഷ്ണമൊന്നുമല്ല. വക്കരിഹു, അവർക്ക് വെറുപ്പാണ്, അവർ വെറുത്തു, അവർ അനിഷ്ടപ്പെട്ടു. ഐ യുജാഹിദു, ജിഹാദ് ചെയ്യാൻ, ധർമ്മസമരം ചെയ്യാൻ, ബിഅംവാലിഹിം, അവരുടെ സ്വത്ത് കൊണ്ട്, വഅൻഫുസിഹിം, അവരുടെ ശരീരങ്ങൾ കൊണ്ട്, ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതാണ് യഥാർത്ഥ പ്രശ്നം. അതിന് പോകാൻ അവർക്ക് വെറുപ്പാണ്. എന്നിട്ട് അവർ പറയാണ്, ആ മറ്റുള്ള ആളുകളോട് പറയാണ്, വഖാലു, അവർ പറഞ്ഞു മറ്റുള്ളവരോട്, ലാ തൻഫിറൂ ഫിൽ ഹർ, നിങ്ങൾ ഈ കൊടും ചൂടിൽ യുദ്ധത്തിന് പോകണ്ട. ലാ തൻഫിറൂ, നിങ്ങൾ പുറപ്പെടരുത്, യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെടരുത്. ഫിൽ ഹർരി, ഈ കടുത്ത ചൂടിൽ എന്ന് മറ്റുള്ള ആളുകളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു തആല പറയണം, ഖുൽ, നബിയെ നിങ്ങൾ അവരോട് പറയണം, ചൂട് കൊണ്ടാണല്ലേ അവർ പോകാത്തത്, അവരോട് പറയണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നാറു ജഹന്നം, നരകത്തിലെ തീ, അശദ്ദു ഹർറൻ, ഏറ്റവും കൂടുതൽ കഠിനമായ ചൂടുള്ളതാണ്. ഇപ്പം ഈ ചൂട് വിചാരിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കണ്ട, ഇതിലേറെ വലുത് നരകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചൂടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത്. ഇപ്പം അനുമതി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചിരിക്കണ്ട, അത് താൽക്കാലികമാണ്. കടുത്ത ശിക്ഷയാണ് നിങ്ങൾക്ക് വരാനുള്ളത്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ യാഥാർത്ഥ്യം ഒന്ന് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, യാഥാർത്ഥ്യം അവരൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലൗ കാനൂ, അവർ ആയിരുന്നുവെങ്കിൽ, യഫ്ഖഹൂൻ, കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കുന്നവരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നരകത്തിലെ തീയ്ക്ക് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞു. നല്ല ചൂടുള്ള സമയത്താണ്. അപ്പോൾ ഒരാൾ പറഞ്ഞത്രേ, വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞത്രേ, വല്ലാത്ത ചൂടാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് പുറപ്പെടാൻ കഴിയില്ല. അപ്പോഴാണ് നരകത്തിൻ്റെ തീക്ക് അതികഠിനമായ ചൂടാണ്, അവർക്കൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന ആയത്തിറങ്ങിയത്. അങ്ങനെ അയാളോട് യുദ്ധത്തിന് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ ലോകത്തുള്ള തീയിനേക്കാൾ 70 മടങ്ങ് ചൂടുള്ളതാണ് നരകത്തിലെ തീ എന്ന് നമ്മൾ മുമ്പ് പലപ്പോഴും പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ചൂട് പോലെയല്ല, 70 ഇരട്ടി ചൂടാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നരകത്തിൽ നിന്നും കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു, 82-ാമത്തെ ആയത്തിലേക്ക്. അല്ലാഹു തആല പറയുന്നത് എന്താണ്? അവരുടെ ഈ ചിരിയും സന്തോഷവും ഒക്കെ കുറക്കുകയാണ് അവർ വേണ്ടത്, അർമാദിക്കുകയല്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പിന്നെന്താ? കൂടുതൽ കരയുകയും സങ്കടപ്പെടുകയും ചെയ്യട്ടെ അവർ. കാരണം ഈ ലോകം നശ്വരമാണ്. ഇവിടെ കുറഞ്ഞ സമയമേ ഉള്ളൂ, ചിരിക്കാനും സന്തോഷിക്കാനും കുറഞ്ഞ സമയം ഇവിടെ കിട്ടുള്ളൂ. ഇവിടെ ചിരിച്ച് കളിച്ച് അർമാദിച്ച് നടന്നാൽ പരലോകത്ത് ഒരുപാട് കരയേണ്ടി വരും. കാരണം പരലോകം ശാശ്വതമാണ്, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇത് നിങ്ങൾ ഓർക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ മറന്ന്, അള്ളാഹുവിനെ മറന്ന് കളിയാക്കി പരിഹസിച്ച് കളിയും ചിരിയും തമാശയുമായി നടക്കുന്ന ആളുകൾ വളരെ ഗൗരവപൂർവ്വം ഓർക്കണം. ഇത് എല്ലാ കാലത്തെയും ആളുകൾ ഓർക്കണം. ഇതിനൊക്കെ പകരമായി പരലോകത്ത് കാലാകാലം കരഞ്ഞു കഴിയേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചിരി കുറക്കുകയും കരയുകയും ചെയ്യണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫല്യദ്ഹകൂ ഖലീലൻ വൽയബ്കൂ കസീറൻ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ഫല്യദ്ഹകൂ, അതുകൊണ്ട് അവർ ചിരിക്കട്ടെ, ഖലീലൻ, കുറച്ച്, വൽയബ്കൂ, അവർ കരഞ്ഞുകൊള്ളട്ടെ, കസീറൻ, ഒരുപാട്,
ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, തങ്ങളുടെ കർമ്മഫലമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലം, ആ ഫലമായി അവർ എന്ത് ചെയ്യട്ടെ? കൂടുതൽ കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യട്ടെ. കാരണം വേണ്ടാത്തരങ്ങളാണ് അവർ ചെയ്യുന്നത്. ചിരിക്കാനുള്ള വകയൊന്നും അവർ ചെയ്യുന്ന കാര്യത്തിലില്ല. അപ്പം അവർ ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രതിഫലമായി അവരെന്തു ചെയ്യട്ടെ? ജസാ ആയിട്ട് അവരെന്തു ചെയ്യട്ടെ? കൂടുതൽ കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യട്ടെ. മുസല്ലാസ്മ തങ്ങൾ പറയാറുണ്ട്, അള്ളാഹുവാണ് സത്യം, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല അള്ളാഹുവിനോട് താണുക്കാൻ അപേക്ഷിക്കാനായി വലിയ പൊതുവായ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും പോവുകയും ചെയ്യുമായിരുന്നു. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ. ഗുരുതരമാണ് എന്നർത്ഥം വിഷയം. തീരെ ചിരിച്ചുകൂടാ എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. മനുഷ്യന്മാർ ജീവിതത്തിൽ തീരെ ചിരിക്കരുത് എന്നല്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സഹാബികൾ ചിരിക്കാറുണ്ടായിരുന്നു, തമാശ പറയാറുണ്ടായിരുന്നു, ഒക്കെയുണ്ട്. പക്ഷെ അത് ഓവറാവാൻ പാടില്ല. എപ്പോഴും കളി തമാശ അത് പാടില്ല എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അത് നല്ലതല്ല, അത് ബുദ്ധിശൂന്യതയാണ്, അത് തെമ്മാടികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് സന്തോഷിക്കാം, അത്യാവശ്യമൊക്കെ ചിരിക്കാം, ആഹ്ലാദിക്കാം, ആനന്ദിക്കാം. അതൊക്കെ മുസ്ലിമീങ്ങൾക്കും പറഞ്ഞു തന്നെയാണ്. ഒന്നും ഓവറാവരുത് എന്ന് മാത്രം, പരിധി വിട്ടുപോകരുത് എന്ന് മാത്രം. അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു, 83-ാമത്തെ ആയത്തിലേക്ക്. തബൂക്കിലേക്ക് പോകാതെ മാറി നിന്ന കപടവിശ്വാസികളെ കുറിച്ചാണ് നമ്മുടെ സംസാരം. തബൂക്കിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി മദീനയിലെത്തിയ ശേഷം അതിനുശേഷമുള്ള യുദ്ധയാത്രകളിൽ പങ്കെടുക്കാൻ ഈ പിന്തി നിന്ന ആളുകൾ അനുവാദം ചോദിച്ചാൽ അവർക്ക് ഇനി അങ്ങ് അനുവാദം കൊടുക്കരുത് എന്നാണ് ഇനി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല അങ്ങനെയാണ് ഇനി കൽപ്പിക്കുന്നത്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി കാണിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് അപമാനിക്കുക മാത്രമല്ല ലക്ഷ്യം. അവർ അത്തരം യാത്രകളിൽ, ഇനി ഉണ്ടാകുന്ന യാത്രകളിൽ ഇപ്പം പിന്മാറിയ ആളുകൾ കൂടെ പോരുകയാണെങ്കിൽ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാവുള്ളൂ. അവർ കുത്തിത്തിരിപ്പുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, അത് മുസ്ലിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇനിയുള്ള യാത്രകളിലും അവർ കൂടെ വേണ്ട. ഇനിയുള്ള യാത്രകളിൽ സമ്മതം ചോദിച്ചാൽ അവർക്ക് സമ്മതം കൊടുക്കുകയും വേണ്ട. തബൂക്കിലേക്കുള്ള യാത്രയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ കൂടെ വരാതെ ഒഴിഞ്ഞു മാറുകയല്ലേ നിങ്ങൾ ചെയ്തത്? ശരിക്കും നിങ്ങളുടെ ആവശ്യമുണ്ടായിരുന്ന സമയം അതായിരുന്നു. ഏറ്റവും അധികം ആളുകളും സന്നാഹങ്ങളും അത്യാവശ്യമായ യുദ്ധമായിരുന്നു തബൂക്ക്. അതുകൊണ്ട് അതിന് നിങ്ങൾ വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത അവസാനത്തെ യുദ്ധം അത് തന്നെയാണ്. അന്ന് നിങ്ങൾ ഉള്ളോട്ട് വലിഞ്ഞില്ലേ, പിന്നോട്ട് വലിഞ്ഞില്ലേ? അതുകൊണ്ട് ഇനി വരുന്ന യുദ്ധങ്ങളൊക്കെ അതിനേക്കാൾ പ്രയാസരഹിതമായിരിക്കും, പ്രയാസം കുറവുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വേണ്ട. മേലിൽ ഒരിക്കലും ഈ കപടന്മാരെ ഇനി നിങ്ങൾ കൂടെ കൂട്ടരുത്. സൈന്യ നടപടികളിൽ പങ്കെടുക്കാത്ത സ്ത്രീകളില്ലേ, കുട്ടികളില്ലേ, വൃദ്ധന്മാരില്ലേ, അവരുടെ കൂട്ടത്തിൽ അവരും ഇരുന്നോളട്ടെ, വീട്ടിൽ അവരും ഇരിക്കട്ടെ. അതാണല്ലോ നിങ്ങൾ നേരത്തെ ചെയ്തത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്താൽ മതി, മേലിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ അവരോട് പറയാനാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്നത്. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. അവരോട് തീർത്ത് പറയാൻ വേണ്ടി പറയാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരണ്ട. ഫൈൻ റജഅകല്ലാ, അള്ളാഹു നിങ്ങളെ തിരിച്ചെത്തിച്ചാൽ, ഇലാ തായിഫത്തിൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിലേക്ക് തിരിച്ചെത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ തബൂക്ക് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ എന്നർത്ഥം. മദീനയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഫൈൻ റജഅകല്ലാഹു ഇലാ തായിഫത്തിൻ മിൻഹും, ഇനി താങ്കളെ അവരിൽ ഒരു വിഭാഗത്തിലേക്ക് അള്ളാഹു തിരിച്ചെത്തിച്ചാൽ, എന്നിട്ട് ഫസ്തഅദനൂക, എന്നിട്ട് അവർ നിങ്ങളടുത്ത് വന്ന് സമ്മതം ചോദിക്കുകയും ചെയ്താൽ, എന്തിന്? ലിൽ ഖുറൂജി, മറ്റൊരു യുദ്ധത്തിന് പുറപ്പെടാൻ. മറ്റൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കൂടെ പോരട്ടെ എന്ന് ഇനി അവർ നിങ്ങളോട് സമ്മതം ചോദിച്ചാൽ, വസ്തഅദനൂക, അവർ നിങ്ങളോട് സമ്മതം ചോദിക്കുകയും ചെയ്താൽ, ലിൽ ഖുറൂജി, അങ്ങയുടെ കൂടെ മറ്റൊരു യുദ്ധത്തിന് പുറപ്പെടാൻ, ഫഖുൽ, അപ്പോൾ താങ്കൾ പറയണം, ലൻ തഖ്റുജൂ മഅ അബദാ, ഒരിക്കലും നിങ്ങൾ എൻ്റെ കൂടെ പുറപ്പെടരുത്. ലൻ തഖ്റുജൂ, ഒരിക്കലും, അബദൻ, നിങ്ങൾ എൻ്റെ കൂടെ പുറപ്പെടണ്ട, മഅ, എൻ്റെ കൂടെ.
വലൻ തുഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യരുത്, മഅയ, എൻ്റെ കൂടെ, അദുവൻ, ഒരു ശത്രുവിനോടും. ഇനി നിങ്ങൾ ആവശ്യമില്ല. എന്താ കാരണം? ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, റളീതും, നിങ്ങൾ തൃപ്തിപ്പെട്ടു, ബിൽ ഖുഊദി, കൂടെ പോരാതെ ഇരിക്കാൻ, അവ്വല മറത്തിന്, ഒന്നാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഒഴിവായി ഇരിക്കാനാണല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒഴിവായിരുന്നോളി. ഫഖഉദു, നിങ്ങൾ ഇരുന്നു കൊള്ളൂ, മഅൽ ഖാലിഫീൻ, മാറി നിൽക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങളും ഇരുന്നു കൊള്ളൂ, ഞങ്ങളുടെ കൂടെ വരണ്ട. റളീതും, നിങ്ങൾ തൃപ്തിപ്പെട്ടു, ബിൽ ഖുഊദി, ഇരുന്നു കൊണ്ട്, അതായത് മാറി നിന്നുകൊണ്ട്, ഒഴിവായിരുന്നു കൊണ്ട്, അവ്വല മറത്തിന്, ഒന്നാമത്തെ പ്രാവശ്യം. ഫഖഉദു മഅൽ ഖാലിഫീൻ, അതുകൊണ്ട് നിങ്ങൾ ഇരുന്നു കൊള്ളൂ, മഅൽ ഖാലിഫീൻ, പിന്തി നിൽക്കുന്ന, മാറി നിൽക്കുന്ന ആളുടെ കൂടെ. ഫറജഅകല്ലാഹ്, താങ്കളെ മടക്കിയെത്തിക്കുക എന്ന ഉദ്ദേശം തബൂക്കിൽ നിന്ന് മടങ്ങി മദീനയിലെത്തിക്കുക എന്നർത്ഥം. തബൂക്കിലേക്ക് പോയ ശേഷം അവതരിച്ച ആയത്താണുള്ളത്. ഇലാ തായിഫത്തിൻ മിൻഹും, എന്താ ആശയം? കപടവിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗത്തിലേക്ക് എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് മദീനയിൽ തങ്ങിയ മുനാഫിക്കുകളുടെ അടുത്തേക്ക് അങ്ങെത്തിച്ചാൽ, വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ തുടങ്ങി ന്യായമായ കാരണങ്ങളുടെ മുസ്ലിങ്ങൾ തന്നെ യുദ്ധത്തിന് പോകാതെ മദീനയിലുണ്ട്. പിന്നെ കുറേ മുനാഫിക്കുകളുമുണ്ട്. അപ്പോൾ മദീനയിലുള്ള ആ മുനാഫിക്കുകളിലേക്ക് താങ്കൾ മടങ്ങിച്ചെന്നാൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വിഭാഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള മുനാഫിക്കുകളിലേക്ക് താങ്കൾ മടങ്ങിച്ചെന്നാൽ. ഫഖഉദു മഅൽ ഖാലിഫീൻ, പിന്തി നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ഖാലിഫീൻ എന്ന് പറഞ്ഞാൽ യുദ്ധ നിർബന്ധമില്ലാത്ത ന്യായമായ കാരണങ്ങളുള്ള ആളുകൾ. അവരെന്തായാലും വീട്ടിലിരിക്കലയ്യ, അപ്പോൾ അവരോട് കൂടെ നിങ്ങളും ഇരുന്നോളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി നമ്മൾ 84-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. കപടവിശ്വാസികളായ ആളുകളുടെ പല സ്വഭാവങ്ങളും ഇരട്ടത്താപ്പുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തിട്ടോ പാപമോചനം തേടിയിട്ടോ കാര്യമില്ല, അള്ളാഹു ഓർത്ത് പുറത്തു കൊടുക്കുകയേ ഇല്ല എന്നും പറഞ്ഞു. എന്ന് മാത്രമല്ല, തബൂക്കിന് ശേഷമുള്ള ഒരു യുദ്ധയാത്രകളിലും അവരെ പങ്കെടുപ്പിക്കരുത് എന്നും പറഞ്ഞു. ഇനി പറയുന്നത്, മരിച്ചാൽ പോലും അവരോട് ഒരു സഹതാപവും നിങ്ങൾക്ക് തോന്നിപ്പോകരുത് എന്നാണ്. മുനാഫിക്കുകൾ മരണപ്പെട്ടാൽ പോലും ഒരു സഹതാപം അവരോട് തോന്നിപ്പോകരുത്. അവർ മരണപ്പെട്ടാൽ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ് ആയത്തിലെങ്കിലും ഇസ്ലാമിൻ്റെ പൊതു നിയമമാണിത്. മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുകയും ഒപ്പം സത്യനിഷേധം ഉള്ളിലൊതുക്കി ദീനിനെ നശിപ്പിക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത മുനാഫിക്കുകൾ, അവരെ പരിഗണിക്കുകയേ ചെയ്യരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും. മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചാൽ നല്ല ആളാണെങ്കിലും അല്ലെങ്കിലും മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുക എന്നത് ഫർള് കിഫായയാണ്, സാമൂഹികമായ ബാധ്യതയാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതായത് സമൂഹത്തിൽ ആരും അത് ചെയ്തില്ലെങ്കിൽ ആ വീഴ്ചയിൽ സമൂഹം മുഴുവൻ കുറ്റക്കാരാവും. അത്രയും പ്രാധാന്യമുള്ള ഫർളാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ, ഒരു നല്ല ആളാവട്ടെ അല്ലാത്താവട്ടെ നിസ്കരിക്കുക എന്നത്. പക്ഷേ ഈ മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ച, നോമ്പ് നോറ്റ, എല്ലാ ജമാഅത്തിലും പങ്കെടുത്ത, യുദ്ധയാത്രകളിൽ കൂടെ പോയ ഈ മുനാഫിക്കുകളുടെ അവസ്ഥ അങ്ങനെയല്ല, വളരെ ദയനീയമാണ്. അവർ മഹാമോശക്കാരാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ നിസ്കരിക്കാൻ പോലും പാടില്ല, മയ്യിത്ത് നിസ്കരിക്കാൻ പോലും പാടില്ല. കാരണം അവർ അള്ളാഹുവിനെയും റസൂലും നിഷേധിച്ചവരാണ്. ആ കാരണം വ്യക്തമായി തന്നെ ആയത്തിൽ പറയുന്നുണ്ട്. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. വലാ തുസല്ലി, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് നിസ്കരിക്കരുത്, അലാ അഹദിൻ മിൻഹും മാത അബദൻ, അവരിൽ ആര് മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി ഒരിക്കലും നിസ്കരിക്കരുത്. വലാ തുസല്ലി, അങ്ങ് മയ്യിത്ത് നിസ്കരിക്കരുത്, അലാ അഹദിൻ മിൻഹും, അവരിൽപ്പെട്ട ഒരുത്തനുമേലും, മാത, മരിച്ച, അബദൻ, ഒരിക്കൽ. മാത്രമല്ല വലാ തഖും അലാ ഖബ്രിഹി, അവരുടെ ഖബറിന് സമീപം ദുആ ചെയ്യാൻ നിൽക്കുകയും ചെയ്യരുത്. വലാ തഖും, അങ്ങ് നിൽക്കുകയും ചെയ്യരുത്, അലാ ഖബ്രിഹി, അവരുടെ ഖബറിൻ്റെ അടുക്കൽ. എന്തിന്? സാധാരണ ഖബറിൻ്റെ അടുക്കൽ മയ്യത്തിന് മറുമാടി കഴിഞ്ഞാൽ ദ്വാരക്കാൻ വേണ്ടി നിൽക്കൂലേ, അതിനും നിൽക്കരുത്. കാരണം ഇന്നഹും, നിശ്ചയമായും അവർ, കഫറു, അവർ നിഷേധിച്ചവരാണ്, ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും നിഷേധം നടത്തിയവരാണ് അവർ, കുഫ്ർ ചെയ്തവരാണ് അവർ. മാത്രമല്ല വമാതുഹും ഫാസിഖൂൻ, അധർമ്മകാരികളായി നിഷേധികളായി മരണമടയുകയും ചെയ്ത ആളുകളാണ്. അവർ മരിച്ചതും അങ്ങനെ തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ കാഫിര്യങ്ങളായിരുന്നു, അള്ളാഹുവിനെ റസൂലിനെ നിഷേധിച്ചു.
മരിച്ചതും അങ്ങനെ തന്നെയാണ്. വമാത്തു, അവർ മരണപ്പെടുകയും ചെയ്തു. ഓഹും ഫാസിഖൂൻ, അധർമ്മകാരികളായി തന്നെ, അല്ലെങ്കിൽ നിഷേധികളായി തന്നെ അവർ മരണമടയുകയും ചെയ്തു. മദീനയിലെ കപടവിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ഉപദ്രവിക്കാനും ചതിക്കാനും പരാജയപ്പെടുത്താനും നിരന്തരം പരമാവധി ശ്രമിച്ചു കൊണ്ടിരുന്ന ആളാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ്. അതേസമയം ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന് ഒരു മകനുണ്ട്, മാഷാ അല്ലാഹ്, നല്ല സ്വഹാബിയാണ്, അബ്ദുല്ലാഹ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു. എല്ലാവരും ആദരിക്കുന്ന സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനുമൊക്കെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടമാണ്, നല്ല സ്വഹാബിയാണ്, മാഷാ അല്ലാഹ്. ഏതായാലും ആട്ടെ, ഇയാൾ മരണപ്പെട്ടു. ആര്? മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് മരണപ്പെട്ടു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് മരിക്കുന്നതിന് മുമ്പേ വസിയത്ത് ചെയ്തിരുന്നിടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാനും അയാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണമെന്നൊക്കെ മരിക്കുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മരിച്ച ഞങ്ങൾ ദ്വാരക്കണം, എനിക്ക് നിസ്കരിക്കണമെന്ന്. ഈ വസിയത്തനുസരിച്ച് അവിടുന്ന് മയ്യിത്ത് നിസ്കരിച്ചോ ഇല്ലേ, രണ്ട് അഭിപ്രായം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒക്കെ രേഖപ്പെടുത്തിയത് ഇമാം റാസിഖ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് അബ്ദുല്ലാഹിബ്നു ഉബയ്യിന് രോഗം വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായ രോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണം, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിൽക്കണം എന്ന് പറഞ്ഞു. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും മയ്യിത്തിനെ മറമാടി കഴിഞ്ഞാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് അവർക്ക് വേണ്ടി തസ്ബീത്ത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ അയാളങ്ങനെ അപേക്ഷിച്ചു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന ശേഷം ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് വീണ്ടും ഒരാളെ പറഞ്ഞയച്ചു. ഞാൻ മരിച്ചതിന് ശേഷം കഫൻ ചെയ്യുമ്പോൾ എൻ്റെ കഫൻ പുടവയുടെ കൂടെ വെക്കാൻ നബിയെ താങ്കളൊരു കുപ്പായം കൊടുത്തയക്കണം, അങ്ങയുടെ ഒരു കുപ്പായം കൊടുത്തയക്കണം എന്നാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അപേക്ഷ സ്വീകരിച്ചു. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുത്തെ പുറത്ത്, ഡ്രസ്സിൻ്റെ പുറത്തിടാറുള്ള ഓവർ കോട്ട് എടുത്തിട്ട് കൊടുത്തയച്ചു. അപ്പോൾ ഓവർ കോട്ട് കിട്ടിയപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, അത് തിരിച്ചയച്ചു. എനിക്ക് വേണ്ടത് അങ്ങയുടെ പുണ്യ ശരീരവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുപ്പായമാണ് വേണ്ടത്, കുപ്പായത്തിൻ്റെ പുറത്തിടുന്ന ഓവർ കോട്ടല്ല. ഏതായാലും ഈ ആവശ്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആളെ വിട്ടു. അയാളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ശരീരവുമായി ഒട്ടിക്കിടക്കുന്ന ആ ശരീരം, ആ കുപ്പായം അദ്ദേഹത്തിൻ്റെ കഫൻ പുടയിൽ വെച്ചാൽ ഖബറിലെയും ആഖിറത്തിലെയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, അതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ആ കുപ്പായം തന്നെ വേണമെന്ന് പറഞ്ഞ ആളെ പറഞ്ഞയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും കൊടുക്കാൻ തയ്യാറായി എന്ന് കൊടുക്കാൻ ഒരുങ്ങി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടു. സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് ചോദിച്ചു, നബിയെ, എന്തിനാണ് അങ്ങ് ഇത്രയും മോശക്കാരനായ മുനാഫിഖുകളുടെ നേതാവായ ഈ ചങ്ങായിക്ക് ഇത് കൊടുക്കുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഉമറേ, എൻ്റെ ഈ കുപ്പായം കൊണ്ട് അവന് യാതൊരു നേട്ടവും ലഭിക്കില്ല, എനിക്ക് ഉറപ്പാണ്. ഈ കുപ്പായം അവൻ്റെ കഫൻ പുടയിൽ വെച്ചിട്ട് അല്ലാഹു തആല എനിക്കൊരു ഉപകാരം എനിക്ക് അതുകൊണ്ട് കിട്ടൂല, അല്ലാഹു തആല ഒന്നും എനിക്ക് ചെയ്തു കൊടുക്കില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഇവനോട് നമ്മൾ ചെയ്താൽ ഇയാൾക്ക് ശേഷം ഇയാൾ അനുയായികളിൽപ്പെട്ട 1000 ആളുകളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ശുഭപ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുപ്പായം കൊടുത്തേക്കുന്നത്, അല്ലാതെ ഈ കുപ്പായം കൊടുത്തയച്ചത് കൊണ്ട് അവന് പ്രത്യേകിച്ച് നേട്ടമുണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും അത് അങ്ങനെ തന്നെ സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മുനാഫിഖീങ്ങളായ ആളുകൾ അവർ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ സന്തത സഹചാരികളായിരുന്നു, അനുയായികൾക്കായിരുന്നു. അവർ ഈ രംഗം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നതൊക്കെ തങ്ങൾ കൊടുത്തേക്കാണ്. ആ രംഗം കണ്ടപ്പോൾ പലരുടെയും മനസ്സുമാറി. ഇത്രയും ദ്രോഹിച്ചിട്ടും ആ മനുഷ്യനെതിരെ ഒന്നും ചെയ്യാതെ മരിക്കാൻ പോകുന്ന സമയത്ത് അനുകമ്പയുടെ സമീപനമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് എന്ന് ഇവരിങ്ങനെ ചർച്ച ചെയ്തു. ഇവരെ മനസ്സുമാറി, പലരുടെയും മനസ്സുമാറി. തങ്ങളുടെ നേതാവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ആവശ്യപ്പെടുന്നതും അത് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത മനംമാറ്റമുണ്ടായി. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്നെ ആളെ പറഞ്ഞേക്കാണല്ലോ കുപ്പായത്തിന് വേണ്ടി, അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അതും മുനാഫിക്കുകളുടെ മനസ്സിലെ വല്ലാതെ ഇങ്ങനെ തട്ടി. അങ്ങനെ എന്തായി? ആ ചങ്ങായിയുടെ അനുയായികളിൽപ്പെട്ട 1000-ഓളം ആളുകൾ മുസ്ലിമീങ്ങളായി മാറിയെന്നാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ ഈ ചങ്ങായി മരിച്ചു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് മരണപ്പെട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിവരമറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു.
അപ്പോൾ തങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ തന്നെ നിസ്കരിച്ചിട്ട് നിങ്ങൾ തന്നെ മറവ് ചെയ്തോളൂ, നിങ്ങൾ തന്നെ മയ്യത്തിക്കരിച്ചിട്ട് നിങ്ങൾ മറവ് ചെയ്തോളൂ. അപ്പോൾ മകൻ പറഞ്ഞു, നബിയെ, നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ ഒരൊറ്റ ആളും അദ്ദേഹത്തിൻ്റെ പേര് നിസ്കരിക്കൂല, അതുകൊണ്ട് അങ്ങ് വരണം. ഏതായാലും മകൻ്റെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു, നിസ്കരിക്കാൻ ഒരുങ്ങി. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലും ഖിബ്ലയുടെ മുമ്പിലോടെ നിന്നു. നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഖിബ്ലയുടെ മുമ്പിലോടെ നിന്നു. നബി തങ്ങളുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയുടെയും ഇടയിൽ ഉമർ റളിയല്ലാഹു അൻഹു നിൽപ്പുറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നബി, ആ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കരുത്, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കരുത്, അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സമയമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന, ഇപ്പം നമ്മൾ പഠിച്ച ആയത്ത് അവതരിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം പിടിച്ച് വലിക്കുകയും ചെയ്തിരുന്നത്രേ, അങ്ങോട്ട് പോകാതിരിക്കാൻ എന്ന് തഫ്സീറുകളിൽ കാണാം. അപ്പം ഈ റിപ്പോർട്ട് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുഷ്ടൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. നിസ്കരിക്കാൻ തയ്യാറായി, പക്ഷെ അപ്പോഴേക്കും അള്ളാഹു നിരോധിച്ചു, നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ മറ്റൊരു അഭിപ്രായമുള്ളത്, അവൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെയാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ്. ഈ അഭിപ്രായം പരിഗണിച്ചാൽ തന്നെയും മറ്റൊരു മുനാഫിക്കിൻ്റെ പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നിസ്കരിച്ചിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ അതിന് ന്യായീകരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം മഹാന്മാരായ പല പണ്ഡിതരും അതിന് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. അതായത്, ഒന്ന്, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് രോഗശയ്യയിലായിരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങി മുസ്ലിമായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹചര്യ തെളിവുകൾ കൊണ്ട് കരുതി. അങ്ങനെ കരുതിയിട്ടാണ് നിസ്കരിച്ചത്. പക്ഷെ പിന്നെയാണ് അള്ളാഹുവിൻ്റെ നിരോധം വന്നത്. അതൊരു ന്യായം. പിന്നെ വലിയ കൃപയുള്ള, വാത്സല്യമുള്ള, അനുകമ്പയുള്ള, അനുഗ്രഹത്തിൻ്റെ, റഹ്മത്തിൻ്റെ കരുണക്കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പഷ്ടമായൊരു നിരോധനം വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നിസ്കരിച്ചത്. അതാണ് മറ്റൊരു ന്യായം. നിസ്കരിച്ചതിന് ശേഷമാണ് നിരോധം വന്നതെന്നർത്ഥം. പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ അനുയായികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇസ്ലാമിനോടും കൂടുതൽ താല്പര്യവും മതിപ്പും ഉളവാക്കാനും അതുവഴി അവരുടെ കാപഢ്യം കുത്തിത്തിരിപ്പൊക്കെ ഒഴിവാക്കി മുസ്ലിമീങ്ങളാവാനും അത് കാരണമായേക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. അപ്പം ഇങ്ങനെയാണ് നിസ്കരിച്ചു എന്ന് പറയുന്ന ആളുകൾ അതിന് ന്യായം പറയുന്നത്. ഏതായാലും കുപ്പായം കൊടുത്തയച്ചു എന്നതിൽ രണ്ടഭിപ്രായം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായം എന്തായിട്ടുണ്ട്? കൊടുത്തയച്ചിട്ടുണ്ട്. കുപ്പായം കൊടുത്തയക്കാൻ പല കാരണങ്ങളും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ കൊടുത്തയച്ചത് അയാളെ കരുതിയിട്ടൊന്നുമല്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെയോ അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണ്? ഒന്നാമതായി പറഞ്ഞ അഭിപ്രായം, ബദർ യുദ്ധം നടന്ന ദിവസം ശത്രുപക്ഷത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. നമ്മൾ ആ വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അൻഫാലൊക്കെ പഠിച്ചപ്പോൾ. യുദ്ധത്തിനിടയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം നഷ്ടപ്പെട്ടു. കുപ്പായമല്ല, ഊരിപ്പോയി. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ ദേഹത്ത് കുപ്പായം ഉണ്ടായിരുന്നില്ല. അർദ്ധനഗ്നനായിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. നല്ല തടിയും വലിപ്പൊക്കെ ഉള്ള ആളായതുകൊണ്ട് വേറെ ആറ് കുപ്പായവും പാകാവണമില്ല. ആ സമയത്ത് ഒരു കുപ്പായം നൽകി സഹായിച്ചത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ആയിരുന്നു. അതിനൊരു പ്രത്യുപകാരമായിട്ടാണ് ഇത് നൽകിയത്. അല്ലാതെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ മാനിച്ചിട്ടല്ല, അയാൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടുമല്ല. ഇതാണ് കുപ്പായം കൊടുത്തയച്ചു എന്ന് പറയുന്ന ആ കൊടുത്തയക്കാണ്ടായ ഒരു കാരണം. ഇനി രണ്ടാമത്തത്, വഅമ്മ സായില ഫലാ തൻഹർ എന്നൊരായത്ത് അള്ളാഹു ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു വരുന്ന ആളുകളെ തട്ടിക്കളയരുത്. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. സൂറത്തുൽ ദുഹായിലെ 10-ാമത്തെ ആയത്ത്. ഇവിടെ ഇയാൾ ചോദിച്ചത് കേവലം ഒരു കുപ്പായമാണ്. അത് നൽകാതിരിക്കുക എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്റ്റാറ്റസിനോട് യോജിച്ച സംഗതിയല്ല, അവിടുത്തെ വിശിഷ്ടമായ പദവിയോട് ചേർന്നതല്ല. ഒരു കുപ്പായം നൽകി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ചോദിച്ചത് കൊടുക്കാതിരിക്കണ്ട എന്നുള്ള നിലക്കാണ് അത് കൊടുത്തത്. അതാണ് രണ്ടാമത്തെ ന്യായം. മൂന്നാമതൊരു ന്യായം, ഈ കുപ്പായം അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അനുയായികളിൽപ്പെട്ട 1000-ഓളം ആളുകൾ നിഫാഖിൻ്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞ് മുസ്ലിങ്ങളായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി മുഖേന അറിവ് കിട്ടിയിരുന്നു. അത്രയും വലിയ നേട്ടം നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ. അത് മുഖേന 1000 ആളുകൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ടായി അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മാഷാ അല്ലാഹ്. ഇങ്ങനെ പല ന്യായങ്ങളും
ഇമാം റാസി റഹ്മത്തുള്ളാഹി അടക്കമുള്ള മുഫസ്സിരിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മയ്യത്ത് നിസ്കരിച്ചു എന്ന അഭിപ്രായം അനുസരിച്ച് തന്നെ അതും അയാൾക്ക് ഉപകാരപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം തൊബരി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കുപ്പായം കൊടുത്തയച്ചത്, നിസ്കരിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലരും സംസാരിച്ചത്രേ. നബി എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെ കൊടുത്തയക്കേണ്ടിയിരുന്നോ എന്ന് പിന്നീട് പലരും ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കുപ്പായം കൊടുത്തയച്ചിട്ട് എൻ്റെ കുപ്പായമോ ഞാൻ നിസ്കരിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ നിസ്കാരം ഒന്നും അയാൾക്കൊരു ഉപകാരം ചെയ്യൂല. അവൻ്റെ ആളുകളെ മനസ്സ് മാറാനും അവരത്രയും ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്, എൻ്റെ പ്രതീക്ഷ അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രി. ഇവിടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം എന്നർത്ഥം. വലാ തഖും അലാ ഖബ്രി, ഖബറിങ്കൽ താങ്കൾ നിൽക്കുകയും ചെയ്യരുത്. രണ്ട് രൂപത്തിലാകും അതിൻ്റെ ഉദ്ദേശം. ഒന്ന്, ജനാസയോടൊപ്പം പോവുകയും മറമാടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുക. രണ്ട്, മറമാടിയ ശേഷം മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഖബറിൻ്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യുക. ഇത് രണ്ടും കൂടി ആവുകയും ചെയ്യാൻ ഉദ്ദേശം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് അങ്ങനെയായിരുന്നു എന്നാണ്. ഒരാൾ മരിച്ചാൽ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ദഫൻ കഴിഞ്ഞതിന് ശേഷം ഖബറിൻ്റെ അടുത്ത് വെച്ച് അവിടുന്ന് ദുആ ചെയ്യുമെന്നാണ്, തസ്ബീത്തിനെ ചോദിക്കുമെന്നാണ്. അങ്ങനെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്അലൂ ലഹു തസ്ബീത് ഫഇന്നഹു അൽആന യുസ്അൽ. ഒരു മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും കൂടെയുള്ളവരോട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യണം, പൊറുക്കലിനെ തേടിക്കണം, ചോദിക്കണം, തസ്ബീത്തിനെ ചോദിക്കണം. കാരണം ഇപ്പോൾ അയാൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവരിൽ വെച്ച് കഴിഞ്ഞാൽ മലക്കൾ വരില്ല ചോദ്യം ചെയ്യാൻ. അപ്പോൾ ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് നല്ല സ്ഥൈര്യമായി ഉറച്ചു നിന്ന് മറുപടി പറയാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം, അതാണ് തസ്ബീത്ത്. അല്ലാഹു അവനെ ചോദ്യത്തിൻ്റെ സമയത്ത് ഉറപ്പിച്ചു നിർത്തണേ എന്നൊരു ദുആ, അതിനാണ് നമ്മൾ തസ്ബീത്ത് എന്ന് പറയാം. മയ്യിത്ത് മറമാടിയതിന് ശേഷം ഖബറുകളിൽ നിന്നിട്ട് ചെയ്യുന്ന ആ ദുആ. യാ അല്ലാഹ്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതി നിങ്ങളെ കേട്ടിട്ടുണ്ടാവും അല്ലേ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. പഠിച്ചവനെ, ആ മയ്യത്തിന്, ഞങ്ങളുടെ സഹോദരന് ചോദ്യത്തിൻ്റെ സമയത്ത് നീ ഉറപ്പിച്ചു നിർത്തണമേ. ആ സബ്ബത്ത എന്ന പദത്തിൽ നിന്നാണ് തസ്ബീത്ത് എന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ആ പണിക്ക് തസ്ബീത്ത് എന്ന് പറയുന്നത്, ആ ദുആക്ക്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വൽഹിംഹുൽ ജവാബ്, അല്ലാഹു അവനെ നീ ഉത്തരങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുവേ ഖബറിൻ്റെ വശങ്ങളെ അകറ്റി കൊടുക്കണേ, ഇടുക്കമാക്കാതെ അകറ്റി കൊടുക്കണേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, എല്ലാ പേടിയിൽ നിന്നും ആ സഹോദരനെ നീ കാത്തുരക്ഷിക്കണേ. ഇങ്ങനെയാണ് മയ്യിത്തിന് നമ്മൾ ദുആ ചെയ്യുക മറമാടിയതിനു ശേഷം. ആകട്ടെ, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രി. അപ്പോൾ മുനാഫിക്കുകൾ ആര് മരിച്ചാലും മയ്യിത്ത് നിസ്കരിക്കുകയോ ഖബറിനരികെ നിന്ന് തൽഖീൻ അല്ലെങ്കിൽ തസ്ബീത്ത് ഇതൊന്നും ചെയ്യുകയോ ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ തൽഖീനും തസ്ബീത്തും രണ്ടും ചെയ്യും. തൽഖീൻ തസ്ബീത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത്. തൽഖീന് ഉസ്താദ് വന്നതിന് ശേഷം, പിന്നെ പള്ളിയിലെ ഉസ്താദ് വന്നതിന് ശേഷം ഖബറിൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ, അതിനും ഏകദേശം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ മലക്കുകൾ വരും, ഇന്നത് ചോദിക്കും, ഇന്നത് പറയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ തൽഖീനും തസ്ബീത്തും ഒക്കെ ഇവർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നബിയെയും സ്വഹാബത്തിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഇവിടെ വിലക്കിയത്. അപ്പോൾ ഒരാൾ ഒരു കപട വിശ്വാസിയാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുക, എങ്ങനെ തീരുമാനിക്കുക? ഒരാൾ മുനാഫിക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. എങ്ങനെ? ഒന്നെങ്കിൽ വഹി കിട്ടിയിട്ട്, അല്ലെങ്കിൽ സൂറത്ത് മുഹമ്മദിൽ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അവരിൽ കാണാവുന്ന ചില പ്രത്യേക ലക്ഷണങ്ങൾ കൊണ്ട് അവർ മുനാഫിക്കുകളാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം. സൂറത്ത് മുഹമ്മദിൽ ആയത്ത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലൗ നശാഉ ലഅറൈനാകഹും ഫലഅറഫ്തഹും ബിസീമാഹും വലതഅരിഫന്നഹും ഫി ലഹ്നിൽ ഖൗൽ വല്ലാഹു യഅലമു അഅമാലക്കും. അവർക്ക് ചില പ്രത്യേക അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ നാം നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കി തന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ വഹി മുഖേന, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ചില അടയാളങ്ങൾ മുഖേന ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം എങ്ങനെ മനസ്സിലാക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു വിവരം നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്വഹാബികൾക്ക് പോലും ഇന്ന ആൾ കപട വിശ്വാസിയാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ, അങ്ങനെ നിസ്കരിക്കാതിരിക്കാനും കഴിയുള്ളൂ. തബൂക്കിൽ നിന്ന് മടങ്ങിപ്പോരുന്ന വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അപകടത്തിൽപ്പെടുത്തി ചതിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയവരെ നമ്മൾ പറഞ്ഞല്ലോ, 12 ആളുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ആവശ്യം. ആ 12 ആളുകൾ ആരൊക്കെയാണ് എന്ന്
ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. അവർക്ക് മാത്രം, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അത് പരസ്യമാക്കരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രം അറിയാവുന്ന രഹസ്യമാണത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സാഹിബു സിർരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യ സൂക്ഷിപ്പുകാരൻ, സിർറ് സൂക്ഷിക്കുന്ന ആൾ എന്ന് ആളുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ ഇത്തരം മുനാഫിക്കുകൾ മരണപ്പെട്ടാൽ അയാൾ കപടവിശ്വാസിയാണ് എന്ന് സംശയമുള്ള ആളാണെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് നോക്കും. അത് അറിഞ്ഞതിന് ശേഷമേ ഉമർ റളിയല്ലാഹു അൻഹു അയാളുടെ പേരിൽ ജനാസ നിസ്കരിക്കുകയുള്ളൂ. ഇത് മഹാന്മാരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം മുനാഫിക്കല്ല, നിസ്കരിക്കണില്ലെങ്കിൽ മനസ്സിലാക്കാം മുനാഫിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ എന്താക്കും? അദ്ദേഹത്തിൻ്റെ നിലപാട് നോക്കും. കാരണം അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പേര്. അവരിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മുനാഫിക്കുകളായ ആളുകൾ എന്ന് സംശയിക്കുന്നവർ മരിച്ചാൽ ആണോ അല്ലെന്ന് ഉറപ്പിക്കുന്നത് ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു നിലപാട് നോക്കിയിട്ടാണ് എന്നർത്ഥം. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 85-ാമത്തെ ആയത്തിലേക്ക്. ഇനി പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. മുഅ്മിനീങ്ങളായ ആളുകളോട് പ്രത്യേകം അല്ലാഹു ഉണർത്തുന്നത് എന്താ? കപടവിശ്വാസികൾക്ക് ഒരു കുറേ ആൾക്കാരുണ്ടാവാം, എണ്ണത്തിൽ കുറേ ഉണ്ടാവാം, വലിയ ആൾബലം ഉണ്ടാവാം, അതേപോലെ തന്നെ നല്ല സമ്പത്തും കാശും പൈസയൊക്കെ ഉണ്ടാവാം, നല്ല സൗകര്യമുള്ള ആളുകളായിരിക്കാം. അതൊന്നും കണ്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. അതിലൊന്നും നിങ്ങൾക്ക് കൗതുകമോ മതിപ്പോ തോന്നരുത്. അതിന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. ആൾബലവും സമ്പത്തും ദുരാഭിജാത്യവും ഇതൊന്നും അവർക്ക് ഗുണത്തിന് വേണ്ടിയില്ല, അവരുടെ നാശത്തിന് വേണ്ടിയാണത്. ഈ സൂറയിലെ 55-ാമത്തെ ആയത്തിലും ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് മുമ്പ് അല്ലേ? ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലാ തുഅ്ജിബുക അംവാലുഹും വഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു അൻ യുഅദ്ദിബഹും ബിഹാ ഫിദ്ദുനിയാ വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ. ഇതാണ് 85-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിൽ പറയുന്നത്? വലാ തുഅ്ജിബുക, നബിയെ താങ്കളിൽ മതിപ്പുളവാക്കരുത്, അംവാലുഹും മുനാഫിക്കുകളുടെ സമ്പത്ത്, വഔലാദുഹും അവരുടെ മക്കൾ, അവരുടെ ആൾബലമോ സമ്പത്തോ താങ്കൾക്ക് മതിപ്പുളവാക്കരുത്. അത് കണ്ട് താങ്കൾ ആശ്ചര്യപ്പെടരുത്. എന്താ അതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്? ഇന്നമാ യുരീദുല്ലാഹു, നിശ്ചയം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു, അൻ യുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കാൻ, ബിഹാ, ആ സമ്പത്ത് കൊണ്ടും ആൾബലം കൊണ്ടും മക്കളെ കൊണ്ടൊക്കെ അവരെ ശിക്ഷിക്കാനാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. എവിടെ? ഫിദ്ദുനിയ, ഈ ഇഹലോകത്ത് വെച്ച് തന്നെ. അപ്പോൾ ഇഹലോകത്ത് വെച്ചു തന്നെ അവരെ ശിക്ഷിക്കാനാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. വതസ്ഹഖ, പിന്നെന്തിനുമാണ്? വതസ്ഹഖ അൻഫുസുഹും, അവരുടെ റൂഹ്, അവരുടെ ആത്മാവ് പോകാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വഹും കാഫിറൂൻ, അവർ കാഫിര്യങ്ങളായി തന്നെ. വതസ്ഹഖ അൻഫുസുഹും എന്ന് പറഞ്ഞാൽ അവർ അന്ത്യശ്വാസം വലിക്കാനുമാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? വഹും കാഫിറൂൻ, അവർ കാഫിര്യങ്ങളായി കൊണ്ട് തന്നെ അന്ത്യശ്വാസം വലിക്കണമെന്നുമാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ സമ്പത്തും തൊക്കോൽക്ക് കുറെ കൊടുക്കുന്നത്. അല്ല, അത് കണ്ടിട്ട് എന്താക്കരുത്, അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഓരോ കൂടെ ഉണ്ടല്ലോ, കുറെ ആൾക്കാരുണ്ട്, കുറെ സമ്പത്തുണ്ടെന്ന് നമ്മൾ അവരെ കൂടെ പോവാ, അങ്ങനെ നിങ്ങൾ ആലോചിക്കരുത്. അവരുടെ സമ്പത്തോ ഔലാദുകളോ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തരുത്, മതിപ്പുളവാക്കരുത് എന്നർത്ഥം. ഓക്കെ. വതസ്ഹഖ അൻഫുസുഹും, തസ്ഹഖ അൻഫുസുഹും എന്ന് പറഞ്ഞാൽ പിന്നെ റൂഹ് വെടിയുക എന്ന് പറഞ്ഞാൽ അന്ത്യശ്വാസം വലിക്കുക, മരണമടയുക എന്നർത്ഥം. 86-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആയത്തുകൾ ഇറങ്ങുമ്പോൾ മുനാഫിക്കുകളുടെ നിലപാട് എന്താണ് എന്നാണ് ഇനി പറയുന്നത്. അവർക്ക് ആകെ ബേജാറാണ്. യുദ്ധത്തിൻ്റെ കൽപ്പനയുള്ള ആയത്തിറങ്ങിയാൽ ആകെ ബേജാറാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ പുറപ്പെടണമെന്ന് കൽപ്പിക്കുന്ന ആയത്തുകൾ വല്ലതും ഇറങ്ങിയാൽ ആകെ ബേജാറായി. എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും. എന്നിട്ട് ഒഴിവ് കഴിവുകൾ നിരത്തിയിട്ട് അനുവാദം തേടും. ഇതാണ് അവർ പരിപാടി. യുദ്ധത്തിന് സാധാരണഗതിയിൽ പോകേണ്ടതില്ലാത്ത ന്യായമായ കാരണങ്ങളുള്ള ആളുകളുണ്ടാവാം, സ്ത്രീകൾ, വൃദ്ധന്മാർ, അല്ലേ? ഈ ടീമിനോടൊപ്പം, ഇങ്ങനെ ന്യായമായ കാരണങ്ങൾ ആളുകളോടൊപ്പം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഈ മുനാഫിക്കുകൾക്കും താല്പര്യം. ആണുങ്ങളെപ്പോലെ പുറത്തിറങ്ങി ശത്രുക്കളെ നേരിടുന്നവർക്ക് ഇഷ്ടമല്ല. അതാണ് അടുത്ത 86-ാമത്തെ ആയത്തിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وإذا أنزلت سورة أن آمنوا بالله وجاهدوا مع رسوله استأذنك أولو الطول منهم وقالوا ذرنا نكن مع القاعدين. സൂറത്തുകൾ, ആയത്തുകൾ ഇറങ്ങുമ്പോൾ എന്താ നിലപാട്? വഇദാ ഉൻസിലത്, അവതരിപ്പിക്കപ്പെട്ടാൽ, ഒരു സൂറത്ത്, ഒരു അധ്യായം എന്തു പറഞ്ഞിട്ട്? അൻ ആമിനു ബില്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് വജാഹിദു മഅ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോട് കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജിഹാദ് ധർമ്മസമരത്തിന് ഇറങ്ങുകയും ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന ആയത്തുകൾ ഇറങ്ങുമ്പോൾ എന്താ അവർ ചെയ്യുക? ഇസ്തഅ്ദനക, അങ്ങയോട് സമ്മതം ചോദിക്കും. ആര്? ഉലു ത്വൗലി മിൻഹും, അവരിൽ നിന്ന് കഴിവുള്ള ആളുകൾ തന്നെ അങ്ങയോട് സമ്മതം ചോദിക്കും. സമ്പത്തുണ്ട്, പോകാൻ സൗകര്യമുണ്ട്, ആയുധമുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ നിലക്കും കഴിവുള്ള, അതാണ് ഉലുത്തോൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കഴിവുള്ള ആളുകൾ. കഴിവില്ലാത്ത ആൾക്കാരെ സമ്മതം ചോദിക്കുകയാണെങ്കിൽ പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. കഴിവുള്ളവർ തന്നെ ഉലുത്തോലി മിൻഹും അങ്ങയോട് സമ്മതം ചോദിക്കും. വഖാലു, അവർ പറയും, ദർന, ഞങ്ങളൊന്ന് ഒഴിവാക്കി തരണം, ഞങ്ങളെ വിട്ടുതരണം, നക്കുൻ, ഞങ്ങളാവാം, ഞങ്ങളായിക്കൊള്ളട്ടെ, മഅൽ ഖാഇദീൻ, വീട്ടിൽ കഴിയുന്നവരൊന്നിച്ച് ഞങ്ങളും ഇരുന്നു കൊള്ളാം. വഖാലു, അവർ പറയും, ദർന, ഞങ്ങളൊന്ന് ഒഴിവാക്കി തരണം, നക്കുൻ, ഞങ്ങളായിക്കൊള്ളാം, മഅൽ ഖാഇദീൻ, യുദ്ധത്തിന് വരാതെ ഇരിക്കുന്ന മറ്റുള്ള ആളുകളില്ലേ, അവരുടെ കൂടെ ഞങ്ങളും ആയിക്കൊള്ളാം, എന്നാലും ഞങ്ങൾ അവരെ പറ വീട്ടിലിരുന്ന് കൊള്ളാം എന്നർത്ഥം. ഇതാണ് അവരുടെ നിലപാട്. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആന്റെ ഖിദ്മത്തായി സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ അമലുകളായി ക്ലാസ്സുകളൊക്കെ മാറ്റി തരണം റബ്ബേ. ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരും രോഗങ്ങൾ ശിഫയാക്കാൻ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും നീക്കി തരണേ തമ്പുരാനെ. ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ, ഖുർആനെ ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണം റഹ്മാനെ. 200 പേജ് റാഹത്തായി പഠിച്ചു പൂർത്തിയാക്കാൻ നീ തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ് വശുക്റുലക യാ അല്ലാഹ്. ഇനി ബാക്കിയുള്ള പേജുകളും പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.